Hello, welcome back to Learnino. So, നമ്മളുടെ KEAM 2024 എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി കോഴ്സസിലേക്കുള്ള സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമുക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോഴ്സ് ഏതാണ്, കോളേജ് ഏതാണെന്നുള്ളത് അപ്പൊ ഒരുവിധം എല്ലാവരും നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മളുടെ പേര്, റോൾ നമ്പർ, നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള കോഴ്സ് ഏത് കോളേജ് ആണ്, കാറ്റഗറി ഏതാണ്, ഫീ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ അലോട്ട്മെന്റ് മെമ്മോയുടെ ഒപ്പം തന്നെ വരുന്ന ഡാറ്റ ഷീറ്റിന്റെയും ഓക്കെ, കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡാറ്റ ഷീറ്റ് എപ്പോൾ വരുന്നുള്ളത്. ഡാറ്റ ഷീറ്റ് ഇപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇത് രണ്ടും നിർബന്ധമായിട്ടും പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കണം. കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആവില്ല എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പല കുട്ടികളും പല ഡോക്യുമെന്റ്സും കൃത്യസമയത്ത് പ്രിന്റ് എടുക്കാതെ പിന്നീട് അതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നത് നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഫീ അടച്ചതിന്റെ റെസിപ്റ്റ് എടുത്ത് വെക്കാതിരിക്കുക, നേരത്തെ അലോട്ട്മെന്റ് എടുത്ത് വെക്കാതിരിക്കുക. ഇതൊക്കെ നിങ്ങൾ അതാത് സമയത്ത് തന്നെ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യം വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അലോട്ട്മെന്റ് മെമ്മോ അതുപോലെ തന്നെ ഡാറ്റ ഷീറ്റ് പ്രിന്റ് എടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ബാലൻസ് ഫീ അടയ്ക്കാനുണ്ടെങ്കിൽ അത് അടയ്ക്കണം. പിന്നെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുപോയി നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യണം. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ അലോട്ട്മെന്റ് മെമ്മോ, ഡാറ്റ ഷീറ്റ്, ഇത് രണ്ടും നിങ്ങൾക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോ ഈ രണ്ടും നമ്മൾ പ്രിന്റ് എടുത്ത് വെക്കുക. കാരണം ഈ ഒരു ഫേസിൽ അലോട്ട്മെന്റ് മെമ്മോ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നീട് നമുക്ക് അവൈലബിൾ ആവില്ല. അതുകൊണ്ടാണ് അത് ഫ്യൂച്ചർ റെഫറൻസിൽ നിങ്ങളോട് പ്രിന്റ് എടുത്ത് വെക്കാൻ പറയുന്നത്. ഇനി ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ്, നമ്മളെ കാൻഡിഡേറ്റ്സിന്റെ ബേസിക് ഡീറ്റെയിൽസ് വരുന്ന ഒരു ഷീറ്റ് ആണ് ഈ പറഞ്ഞ ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡാറ്റ ഷീറ്റും അലോട്ട്മെന്റ് മെമ്മോയും നമ്മൾ പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുമ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഡോക്യുമെന്റ്സിന്റെ ഒപ്പം അവർ ഇതും ചോദിക്കും. അലോട്ട്മെന്റ് മെമ്മോയും ഡാറ്റ ഷീറ്റും ചോദിക്കും. അപ്പൊ അതും കൂടെ നമ്മൾ എടുത്ത്, പിന്നെ എപ്പോഴും നമ്മൾ ഒരു സാധനം പ്രിന്റ് എടുക്കുമ്പോൾ ഒരു കോപ്പി എടുക്കാതെ, ഒരു കോപ്പി പ്രിന്റ് എടുത്താൽ അതിന്റെ ഒന്നോ രണ്ടോ കോപ്പീസ്, ഫോട്ടോ കോപ്പീസ് കൂടെ നമ്മുടെ കയ്യിൽ എപ്പോഴും വെക്കാം. ഒരെണ്ണം മാത്രം എടുത്ത് അതുകൊണ്ട് കോളേജിൽ കൊടുത്തു, പിന്നെ ഒരു ആവശ്യം വരുമ്പോൾ അത് കിട്ടിയില്ല എന്ന് പറയാൻ നിൽക്കരുത്. അപ്പൊ നമ്മൾ പ്രിന്റ് എടുക്കുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ കോപ്പി എടുക്കുമ്പോൾ സഫീഷ്യന്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മുടെ കയ്യിൽ കോപ്പീസും കൂടെ എപ്പോഴും വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ഫീസ് പേ ചെയ്യാനുള്ളതാണ്. അപ്പൊ ഈ ഫീസ് പേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറെ പേർക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഇപ്പൊ സെക്കൻഡ് ഫേസിൽ മാത്രം അലോട്ട്മെന്റ് കിട്ടിയവർക്ക് ഉണ്ടാവും. അവർക്ക് ഫ്രഷ് ആയിട്ട് ഇപ്പോഴാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, പുതിയ അലോട്ട്മെന്റ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഫീസ് അലോട്ട്മെന്റിൽ വന്നവര് നേരത്തെ അലോട്ട്മെന്റ് മെമ്മോയിൽ വന്നിട്ടുള്ള ഒരു ഫീസ് അടച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുള്ള അലോട്ട്മെന്റ് മെമ്മോയിൽ ഒരു ഫീ ഉണ്ടാവും. ആ ഫീസ് എത്രയാണോ അത് നമ്മൾ കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നമ്മൾ പേ ചെയ്യുന്നത്. ആ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ എമൗണ്ട് നിങ്ങൾ ഓൺലൈൻ ആയിട്ടോ പോസ്റ്റ് ഓഫീസുകൾ വഴിയോ 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെയുള്ള സമയം 2 മണി വരെയാ പറയുന്നത്, അത് നിങ്ങൾ റെമിറ്റ് ചെയ്യണം. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാണ് അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട്. അതെന്താണെങ്കിലും നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഇനി അത് എത്രയാണ് എന്നുള്ളത് ഒരു ഡൗട്ട് ഇല്ല, കാരണം നിങ്ങളുടെ കൃത്യമായി അലോട്ട്മെന്റ് മെമ്മോയിൽ ആ എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം റെമിറ്റ് ചെയ്യണം. ഇനി ബാക്കിയുള്ളത് പറയാം. ഇനിയിപ്പോ നമുക്ക് കുറച്ച് കുട്ടികൾക്ക് ഒരു പക്ഷേ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അല്ലാതെ പുതിയ കോളേജ് വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ബാലൻസ് എന്തെങ്കിലും ഫീ അടയ്ക്കാനുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ അടയ്ക്കണം. ഓക്കെ, ഇനി ഫസ്റ്റ് ഫേസിൽ അലോട്ട്മെന്റ് വന്നവരും സെക്കൻഡ് ഫേസിൽ അലോട്ട്മെന്റ് വന്നവരും ആരാണെങ്കിലും നമ്മൾ കോളേജിൽ പോയി നമ്മൾ പറഞ്ഞിട്ടുള്ള സമയത്ത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇനി എഗെയിൻ നമുക്ക് അടയ്ക്കാൻ വരുന്ന ഫീസ് നമ്മൾ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, ഓക്കെ, അത് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള കോളേജുകളിൽ പോയി നമ്മൾ ഫീസ് അടയ്ക്കേണ്ടി വരും. അപ്പൊ അവിടെ അഡ്മിഷൻ ഫീസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോ ബാക്കിയുള്ള ഫീസ് എന്തെങ്കിലും അത് ഓരോരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫീസ് അതിന്റെ സ്ട്രക്ചർ അതാത് കോളേജസിൽ ഉണ്ടാവും. ആ പറഞ്ഞ ഫീസ് ഒക്കെ നമ്മൾ അടച്ചിട്ട് വേണം നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ.
അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബാലൻസ് ഫീയോ അല്ലെങ്കിൽ അലോട്ട്മെന്റ് മെമ്മോയിലുള്ള ഫീയോ അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഫീസോ അത് അടയ്ക്കാതിരിക്കുകയോ കോളേജിൽ പോയി ജോയിൻ ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അലോട്ട്മെന്റ് ലോസ് ആവും എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓൺലൈൻ ആയിട്ട് അടയ്ക്കേണ്ട കാര്യം, അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ഷോൾ ഹാവ് ടു റെമിറ്റ് ദ ഫീ ആപ്ലിക്കബിൾ ടു ദ അലോട്ടഡ് കോളേജസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് സംശയം ചോദിക്കുന്ന കോളേജിൽ ഫീസ് അടയ്ക്കേണ്ടത് വേറെയാണോ, ബാക്കി ഫീസ് എത്ര വരുന്നത്? അപ്പം നമുക്ക് കിട്ടിയ കോളേജിനനുസരിച്ച് നമുക്ക് ഫീസിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് ആ ഒരു ഫീസ് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പൊ ഈ ഫീസ് എല്ലാം അടച്ച് നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യാത്ത പക്ഷം, അതായത് നമ്മൾ 21 മുതൽ 27 വരെ ദിവസങ്ങൾക്കുള്ളിൽ ഫീസ് അടയ്ക്കാതിരിക്കുകയോ കോളേജിൽ അഡ്മിഷൻ എടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള അലോട്ട്മെന്റ് നമുക്ക് നഷ്ടമാവും എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജോയിനിങ് ഷെഡ്യൂൾ ആണ്. നമുക്ക് 21 മുതൽക്ക് 27 വരെ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് കൃത്യമായി ഓരോ കോഴ്സുകൾക്കും, ഫാർമസിക്കും ആർക്കിടെക്ചറിനും ഇല്ല, പക്ഷെ എഞ്ചിനീയറിംഗിന് ഓരോ ബ്രാഞ്ചുകൾക്കും ഓരോരോ ദിവസം അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ പറഞ്ഞിട്ടുള്ള ഡേറ്റുകളിൽ തന്നെ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ പറഞ്ഞ ദിവസം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള കോളേജിൽ തന്നെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ബാക്കിയുള്ള സ്റ്റെപ്സ് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, അതായത് അത് ആ ദിവസം തന്നെ ജോയിൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? അപ്പൊ അതെന്താന്ന് വെച്ചാൽ നമുക്ക് അതൊരു ഷെഡ്യൂൾ തന്നിരിക്കുന്നത് കൃത്യമായി അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള കോളേജിൽ തന്നെ അത് കൃത്യമായി ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം, അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഏത് ഡോക്യുമെന്റ്സ് അവിടെ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ സഫീഷ്യന്റ് നമ്പർ ഓഫ് കോപ്പീസ്, പ്രത്യേകിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള അത്രയും കോപ്പീസ് നമ്മൾ എപ്പോഴും എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കോളേജിൽ നമ്മൾ ഇത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്തെല്ലാം കൊടുക്കുന്നു, ഇപ്പൊ അലോട്ട്മെന്റ് മെമ്മോ ആണെങ്കിലും ഡാറ്റ ഷീറ്റ് ആണെങ്കിലും ഫീ റെസിപ്റ്റ് ആണെങ്കിലും സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒപ്പം അതിന്റെ ഓരോ കോപ്പീസ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് ഫൈനലി നമ്മൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടാണ് നമുക്ക് ഒരു തേർഡ് ഫേസ് അലോട്ട്മെന്റ് വരുന്നത്. അപ്പൊ ആ തേർഡ് ഫേസ് അലോട്ട്മെന്റിനെ കുറിച്ച് കൂടെ നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫെസിലിറ്റി ഫോർ ഫ്രഷ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വിൽ ബി പ്രൊവൈഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഫ്രഷ് ഓപ്ഷൻ രജിസ്ട്രേഷനും കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഉടനെ പബ്ലിഷ് ചെയ്യുമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ ഇപ്പൊ നമ്മൾ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് സെക്കൻഡ് ഫേസിലും ഫസ്റ്റ് ഫേസിലുമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോളേജുകളിൽ ഫീസ് അടച്ച് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എടുത്ത് കോളേജിൽ കൃത്യമായ സമയത്ത് ജോയിൻ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ചെയ്യാറുള്ളത്. തേർഡ് ഫേസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അത് വരുന്നതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.